സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയ സഹോദരങ്ങളെ, കരുണയായിരിക്കുക, സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്റെ മുന്നിൽ ദൈവമായ കർത്താവ് കൊണ്ടുവരുന്ന വ്യക്തികളോട് അതാരു തന്നെ ആയാലും സഹായം ചോദിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ അവൻ ആവശ്യമായത് കൊടുക്കുകയും ഭക്ഷണം വേണ്ടവന് ഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കരുണ എന്ന് പറയുന്നത്. കാരണം മറ്റു വ്യക്തികളെ കരുണയോടെ വീക്ഷിക്കുവാനും കരുണയിൽ അവരെ ചേർത്ത് നിർത്തുവാനും അവർക്ക് ആവശ്യമുള്ളത് നൽകുവാനും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് പ്രിയ ഒന്നും കൊണ്ടുപോവുകയുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഈ ചെറിയ ജീവിതം കൊണ്ട്, ചെറിയ ഒരു ആയുസ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് അവശേഷിപ്പിച്ചിട്ട് പോകേണ്ടത് മറ്റുള്ളവർ നമ്മളെ ഓർത്തിരിക്കേണ്ട ചില നന്മ പ്രവൃത്തികളും ചില സ്നേഹത്തിന്റെ കരുതലും ഒക്കെയാണ്. അതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കുള്ളത് മാത്രമേ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്, അതിൽ പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ബൈബിൾ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, മൂന്ന് കാര്യങ്ങളെ കുറിച്ച് വചനം പറഞ്ഞിട്ട് വചനം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സ്നേഹം. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവ്, ഈ ലോകത്തു നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത ഈ അറിവൊക്കെ കടന്നുപോകും. നമ്മുടെ ചിന്താശേഷി